യേശുക്രിസ്തു വീണ്ടും വരുമോ? യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇനിയും വരുമെന്ന്? പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 3 വാക്യത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്തിന്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക്, തൻ്റെ അനുയായികൾക്ക് കൊടുത്ത വാക്കാണ് ഇത്. ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് യേശുവിനെ വിസ്തരിക്കുന്ന മഹാപുരോഹിതൻ കയ്യഫാവ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ യേശുക്രിസ്തുവിനോട് ചോദിച്ചു, നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന് യേശുവിനോട് ചോദിച്ചു. അപ്പോൾ മഹാപുരോഹിതനോട് യേശു പറഞ്ഞു, ഞാൻ ആകുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് അന്നത്തെ യഹൂദ മത പുരോഹിതനായ കയ്യഫാവിനോട് യേശുക്രിസ്തു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മനുഷ്യപുത്രൻ അഥവാ യേശുക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. തന്നെ വിസ്തരിച്ച മഹാപുരോഹിതനോട് പറഞ്ഞു, ഞാൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. മറ്റു പല സന്ദർഭങ്ങളിലും യേശുക്രിസ്തു തന്റെ വീണ്ടും വരവിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ദൂതന്മാർ പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. യേശുക്രിസ്തു മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, മരിച്ചതിന്റെ 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. ഇങ്ങനെ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാർ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. യേശുക്രിസ്തു ഉയർന്നുയർന്ന് ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്, സ്വർഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാർ ഇറങ്ങി വന്നു. ദൈവദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തു, അവൻ പോയത് നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 11-ാം വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു, അവൻ പോയത് നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ആരാ പറഞ്ഞത്? സ്വർഗത്തിലെ ദൂതന്മാർ. ആരോട് പറഞ്ഞു? യേശുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് യേശു തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ശിഷ്യന്മാരോടും തന്നെ വിസ്തരിച്ചവരോടുമൊക്കെ. ദൈവത്തിന്റെ ദൂതന്മാർ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞു, യേശുക്രിസ്തു വീണ്ടും വരും എന്ന് പറഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ പിൽക്കാലത്ത് തങ്ങളുടെ ലേഖനങ്ങൾ എഴുതുമ്പോൾ ആ ലേഖനങ്ങളിലൂടെ എല്ലാം യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ അരുമ ശിഷ്യനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം, 1 യോഹന്നാൻ 3:2, വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം, അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണും. നമ്മുടെ കണ്ണുകൊണ്ട് യേശുവിനെ കാണും. അപ്പോൾ നാം യേശുക്രിസ്തുവിനോട് സദൃശരാകും. അപ്പോൾ യേശുക്രിസ്തു വീണ്ടും വരും എന്ന സൂചന യോഹന്നാൻ അപ്പോസ്തലൻ നൽകിയാണ്. അതുപോലെ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായിരുന്ന പൗലോസ് തന്റെ ലേഖനങ്ങൾ കൂടെ അനേകം പ്രാവശ്യം യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ സൂചിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ യേശുക്രിസ്തു രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോൾ ബൈബിളിൽ ധാരാളം പരാമർശങ്ങളുണ്ട് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച്, രണ്ടാം വരവിനെ കുറിച്ച്. ഏതാനും ചില വാക്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തിനാണ് യേശുക്രിസ്തു വരുന്നത്? യേശുക്രിസ്തു വീണ്ടും വരും. എന്തിന്? ഒന്ന്, തൻ്റെ സഭയെ തന്നോട് ചേർക്കുവാൻ, തൻ്റെ അനുയായികളെ, തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ വചനം അനുസരിക്കുന്നവരെ തൻ്റെ അരികിൽ ചേർക്കുവാൻ യേശുക്രിസ്തു വീണ്ടും വരും. യേശുക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ആദ്യം വന്നത് എല്ലാവർക്കും വേണ്ടി മരിക്കുവാനാണ്. എന്നാൽ രണ്ടാമത് വരുന്നത് എല്ലാവർക്കും വേണ്ടി മരിക്കുവാനല്ല, തന്നിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ക്രിസ്തുവിൽ വസിച്ചവരെ, ക്രിസ്തുവിനോടുകൂടെ സഞ്ചരിച്ചവരെ, ജീവിച്ചവരെ തൻ്റെ അരികിൽ ചേർക്കുവാൻ, സ്വർഗത്തിലേക്ക് ചേർക്കുവാൻ, താൻ അവർക്കായി ഒരുക്കുന്ന ഭവനത്തിൽ ചേർക്കുവാൻ, തൻ്റെ സഭയെ തന്നോട് ചേർക്കുവാൻ യേശുക്രിസ്തു വീണ്ടും വരും. എന്താ ബൈബിൾ അതിനെ സംബന്ധിച്ച് എന്താ എഴുതിയിരിക്കുന്നത്?
അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അതുപോലെ തന്നെ വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് എന്താണ് പറയുന്നത്? അവിടെയും പൗലോസ് പറയുന്നത്, അന്ത്യകാഹളനാദത്തെങ്കിൽ കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, യേശുക്രിസ്തു വീണ്ടും വരികയും നമ്മെ തന്നോടുകൂടെ ചേർക്കുകയും ചെയ്യും എന്നാണ്. അപ്പൊ എന്തിനാണ് യേശുക്രിസ്തു വീണ്ടും വരുന്നത്? തന്റെ സഭയെ തന്റെ അനുയായികൾ, ആരാണ് സഭ? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹം, അതാണ് സഭ. യേശുക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ചവരുടെ കൂട്ടം, അതാണ് സഭ. ആ കൂട്ടത്തെ, തന്റെ സഭയെ, തന്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരായ തന്റെ സഭയെ തന്നോട് ചേർക്കുവാൻ യേശുക്രിസ്തു വീണ്ടും വരും. ആകാശമേഘങ്ങളെ വാഹനമാക്കി ആകാശത്തിൽ യേശു വരും. അപ്പോൾ തന്റെ അനുയായികളെ യേശു ഭൂമിയിൽ നിന്ന് തന്റെ അടുക്കിലേക്ക് ഉയർത്തും. അവർ പിന്നീട് എപ്പോഴും യേശുവിനോട് കൂടെ ആയിരിക്കും. ഇതാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം കണ്ടത്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. അപ്പൊ എന്തിനാ യേശു വരുന്നത്? യേശു ഇരിക്കുന്ന സ്വർഗത്തിൽ തന്റെ അനുയായികളും ഇരിക്കണം. തനിക്ക് വേണ്ടി വില കൊടുത്തവർ, തനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവർ, തനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചവർ, ഈ യേശുവിന്റെ നാമത്തിൽ നിന്ദകളും പരിഹാസങ്ങളും പീഡനങ്ങളും ത്യാഗങ്ങളും ഏറ്റവർ, അവർ തന്നോട് കൂടെ വസിക്കണം. താൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണം എന്ന് യേശു ആഗ്രഹിച്ചു. യേശു വാഗ്ദത്തം ചെയ്തു. അവരെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. 2, യേശു എന്തിനാണ് വരുന്നത്? ന്യായം വിധിക്കുവാൻ. ഞാൻ ബൈബിളിൽ നിന്നൊരു ഭാഗം വായിക്കാം. വിശുദ്ധ യൂദയുടെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് ദീർഘദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് ഇവിടെ ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ്. എന്താണ്? ഇതാ കർത്താവ് വരുന്നു 1000 വിശുദ്ധന്മാരോടുകൂടി. എന്തിനു വേണ്ടി? പാപികളെ ന്യായം വിധിക്കുവാൻ, ഭൂമിയെ ന്യായം വിധിക്കുവാൻ, മനുഷ്യരെ ന്യായം വിധിക്കുവാൻ യേശു വരും. 3, യേശു എന്തിനു വേണ്ടി വരുന്നു? ഈ ഭൂമിയെ ഭരിക്കുവാൻ യേശു വരും. യേശുക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കും. മാനുഷിക ഭരണങ്ങൾ നീങ്ങിപ്പോകും. മാനുഷികമായ എല്ലാ അധികാര കേന്ദ്രങ്ങളും നീങ്ങിപ്പോകും. യേശുക്രിസ്തു വീണ്ടും വരികയും ഈ ഭൂമിയെ ഭരിക്കുകയും ചെയ്യും. വിവിധ വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ബൈബിളിൽ പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-ാം വാക്യം. ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ, ധാരാളം സൂചനകൾ ബൈബിളിൽ കാണാം യേശുക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കും എന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ എന്തിനാണ് യേശുക്രിസ്തു വീണ്ടും വരുന്നത്? 1, തന്റെ സഭയെ തന്നോട് കൂടെ ചേർക്കുവാൻ. 2, ഈ ഭൂമിയെ ന്യായം വിധിക്കുവാൻ. 3, ഈ ഭൂമിയെ ഭരിക്കുവാൻ യേശുക്രിസ്തു വീണ്ടും വരും. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വളരെ പൊതുവായ രീതിയിൽ ഒരു ജനറൽ അർത്ഥത്തിൽ മാത്രം യേശുവിന്റെ 2-ാം വരവിനെ കുറിച്ച് ചുരുക്കം ചില സമയം കൊണ്ട് പറയുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ യേശുക്രിസ്തു വരും. ബൈബിളിലെ വാക്യങ്ങൾ കൂടി നമുക്കത് മനസ്സിലായി. എന്തിനാണ് വരുന്നത് എന്ന് മനസ്സിലായി. എപ്പോഴാണ് യേശുക്രിസ്തു വരിക? എപ്പോഴാണ് വരിക എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ വരവിന്റെ സമയത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യം ശ്രദ്ധിക്കൂ. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. യേശുക്രിസ്തു എപ്പോൾ വരുമെന്ന് ഒരു മനുഷ്യനും അറിയുന്നില്ല. സ്വർഗത്തിലെ ദൂതന്മാരും യേശുക്രിസ്തുവിന് പോലും അറിയുന്നില്ല. അത് അറിയണ്ട എന്ന് യേശുക്രിസ്തു തീരുമാനിച്ചിരിക്കുകയാണ്. പിതാവായ ദൈവത്തിന് മാത്രമേ ആ നാളും നാഴികയെ സംബന്ധിച്ച് അറിയുകയുള്ളൂ. എന്നാൽ യേശുക്രിസ്തു വരും എന്നുള്ളത് സത്യമാണ്. എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ആ വരുന്നൊരു സമയത്തെക്കുറിച്ചുള്ള സൂചനകൾ ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ, 1 തിമോത്തിയോസ് 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ തക്ക സമയത്ത് ദൈവം ആ പ്രത്യക്ഷത വരുത്തും എന്ന് പറയുന്നുണ്ട്. തക്ക സമയത്ത് ദൈവം ആ പ്രത്യക്ഷത വരുത്തും. യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് തക്ക സമയത്ത് നടക്കും. ദൈവത്തിന് ആ കൃത്യ സമയം അറിയാം. ആ കൃത്യ സമയത്ത് തന്നെ യേശുക്രിസ്തു വീണ്ടും വരും എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം തക്ക സമയത്തായിരുന്നു. കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി യേശുവിനെ നിയോഗിച്ചയച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം കാലസമ്പൂർണത അഥവാ തക്ക സമയത്ത് ആയിരുന്നു.
അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ മരണം, ക്രൂശ് മരണം, അവൻ തക്ക സമയത്ത് പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം തക്ക സമയത്തായിരുന്നു, യേശുക്രിസ്തുവിന്റെ മരണം തക്ക സമയത്തായിരുന്നു, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും തക്ക സമയത്താണ്. ദൈവം നിശ്ചയിച്ച കൃത്യമായ ഒരു സമയമുണ്ട്, ആ സമയത്ത് യേശുക്രിസ്തു വീണ്ടും വരുമെന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. യേശുക്രിസ്തു വരുമ്പോൾ എന്താ സംഭവിക്കുക? എന്തിനാ യേശുക്രിസ്തു വരുന്നത്? തന്റെ സഭയെ ചേർക്കുവാൻ, ഭൂമിയെ ന്യായം വിധിക്കുവാൻ, ഈ ലോകത്തെ ഭരിക്കുവാൻ. എപ്പോഴാണ് യേശുക്രിസ്തു വരുന്നത്? തക്ക സമയത്ത് യേശുക്രിസ്തു വരും. അത് എപ്പോഴാണെന്ന് കൃത്യമായി ബൈബിൾ പറയുന്നില്ല, ദൈവത്തിനറിയാം, ദൈവത്തിന് മാത്രം അറിയാം. യേശുക്രിസ്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുക? യേശുക്രിസ്തു വരുമ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്ന ജനം, തന്നിൽ വിശ്വസിച്ച് മരിച്ചുപോയ ജനം, മരിച്ചുപോയവർ മരിക്കാത്തൊരു ശരീരത്തോടെ പുതു ശരീരം പ്രാപിച്ച്, സ്വർഗീയ ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. അന്ന് ജീവിച്ചിരിക്കുന്ന യേശുവിന്റെ അനുയായികൾ, യേശുവിനെ അനുഗമിക്കുന്നവർ, ശിഷ്യന്മാർ മരിക്കാതെ ആ ഇന്നുള്ള ശരീരത്തിന് ഒരു രൂപാന്തരം സംഭവിച്ച് സ്വർഗീയ ശരീരങ്ങളായി എല്ലാവരും ഒരുമിച്ച് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം ഒരിക്കൽ കൂടി പറയുന്നു. കർത്താവ് താൻ യേശുക്രിസ്തു ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ കൂടി പാപമോചനം പ്രാപിച്ച്, നീതീകരണം പ്രാപിച്ച്, വിശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്ന ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യർ, അവരാണ് വിശുദ്ധന്മാർ. അങ്ങനെയുള്ള ക്രിസ്തുവിൽ ജീവിക്കുന്നവരെയാണ്, ക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ചവരെയാണ് വിശുദ്ധന്മാർ എന്ന് ബൈബിൾ വിളിക്കുന്നത്. അപ്പോ യേശുക്രിസ്തുവിൽ വസിക്കുന്നവർ, ക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ചവർ, മറ്റു രീതിയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വീണ്ടും ജനനം പ്രാപിച്ചവർ, തന്റെ അനുയായികൾ, അവർ മരിച്ചുപോയെങ്കിൽ അവർ ഈ ഭൂമിയിൽ നിന്ന് പുതിയ ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ, ജീവനോടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ, വിശ്വസിക്കുന്നവർ, അവർ അവരുടെ ശരീരത്തിന് രൂപാന്തരം പ്രാപിച്ച് പുതിയ ശരീരത്തോടെ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എടുക്കപ്പെടും, ആകാശത്തിലേക്ക് എടുക്കപ്പെടും. അവർ എന്നേക്കും ക്രിസ്തുവിനോട് കൂടി ആയിരിക്കും. അപ്പോൾ യേശുക്രിസ്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 52-ാം വാക്യം ഞാൻ വായിക്കാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പൊ യേശുക്രിസ്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മരിച്ചുപോയ വിശുദ്ധന്മാർ ഇനി ഒരിക്കലും മരിക്കാത്ത പുതു ശരീരം, സ്വർഗീയ ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. കൂടാതെ അന്ന് ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിനുശേഷം ഈ സഭ എടുക്കപ്പെട്ടവർ എല്ലാ കാലത്തും എപ്പോഴും യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും സ്വർഗത്തിൽ. യേശുക്രിസ്തു വീണ്ടും ഭരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ യേശുവിനോട് കൂടെ സഭയും ഈ എടുക്കപ്പെട്ടവരും ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? വിശുദ്ധന്മാർ യേശുവിന്റെ അടുക്കിലേക്ക് പുതിയ ശരീരം പ്രാപിച്ച്, രൂപാന്തരപ്പെട്ട ശരീരം പ്രാപിച്ച് എടുക്കപ്പെടും. ബൈബിളിൽ ഇത് സംബന്ധിച്ച് ധാരാളം പ്രയോഗങ്ങളുണ്ട്, വാക്യങ്ങളുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. വീണ്ടും യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. നമ്മൾ വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് സദൃശ്യമുള്ള ശരീരം പ്രാപിച്ച്, സ്വർഗീയ ശരീരം പ്രാപിച്ച് എന്നേക്കും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. അതാണ് യേശുക്രിസ്തു വരുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ അല്ലാത്തവർക്ക് എന്ത് സംഭവിക്കും? ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക്, മാനസാന്തരപ്പെടാത്തവർക്ക്, ഈ ക്രിസ്തുവിൽ കൂടെ പാപമോചനം പ്രാപിക്കാത്തവർക്ക്, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവർക്ക് എന്ത് സംഭവിക്കും? അവർ ഈ ഭൂമിയിലേക്ക്, സാത്താന്റെ ഭരണത്തിലേക്ക് കൈവിടപ്പെട്ടു പോകും. ഈ ഭൂമിയിൽ 7 വർഷം സാത്താൻ ഭരിക്കുമെന്ന്, സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഏക ലോക അധിപതി, ഒരു ഏകഛത്രാധിപതി ഈ ഭൂമിയെ ഭരിക്കുവാൻ വരുന്നൊരു കാലമുണ്ട് എന്ന് ബൈബിൾ പറഞ്ഞു. ഒരു ചുരുങ്ങിയ വർഷം മാത്രമാണ് 7 വർഷം എന്ന് ബൈബിളിൽ സൂചനകൾ നമുക്ക് കാണാൻ പറ്റും. അതിന് മഹോപദ്രവകാലം, ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് ബൈബിൾ അതിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ നാം അതിനെക്കുറിച്ച്, പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നു. യേശുക്രിസ്തു തന്റെ സഭയെ എടുത്തു കഴിയുമ്പോൾ, സഭയെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ ഈ ഭൂമിയിൽ വലിയ ന്യായവിധിയും ദുരന്തങ്ങളും ഉണ്ടാകും, വലിയ പീഡനങ്ങൾ ഉണ്ടാകും. എതിർ ക്രിസ്തുവിന്റെ ഭരണം, ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു ഈ ഭൂമിയെ
7 വർഷം ഭരിക്കും. സാത്താൻ തൻ്റെ ശക്തിയും അധികാരവും എതിർ ക്രിസ്തു എന്ന ഒരു മനുഷ്യന് നൽകും. ആ മനുഷ്യൻ സാത്താൻ്റെ അധികാരം വഹിച്ചുകൊണ്ട് ഈ മുഴുവൻ ഭൂമിയെയും ഒറ്റ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരും. ഒരു മനുഷ്യൻ ഈ ഭൂമിയെ ഭരിക്കും. അത് ഭൂമിക്ക് ഭയങ്കര ദുരന്തമായിരിക്കും, ഭയങ്കര പീഡാകാലമായിരിക്കും. ബൈബിൾ അതിനെ മഹോപദ്രവ കാലം എന്ന് വിളിക്കുന്നു. അനേകം മനുഷ്യർ മരിച്ചു പോകും, സമാധാനം എടുത്തു കളയപ്പെടും, സ്നേഹം ഉണ്ടായിരിക്കുകയില്ല, മനുഷ്യർ തമ്മിൽ തമ്മിൽ കൊല്ലും, ഭയങ്കര ദുരന്തങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കും. മനുഷ്യന് സൗജന്യമായി പാപമോചനവും രക്ഷയും യേശു ക്രിസ്തുവിൽ കൂടി ദൈവം സൗജന്യമായി ലഭ്യമാക്കിയിരിക്കെ ആ രക്ഷ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞവരെ ദൈവം ശിക്ഷിക്കുന്ന കാലമാണ് മഹോപദ്രവ കാലം. അപ്പോൾ യേശുക്രിസ്തു വരുമ്പോൾ എന്താ സംഭവിക്കുക? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് കർത്താവിനോട് കൂടെ ജീവിച്ചവർ, ഈ ഭൂമിയിൽ യേശുക്രിസ്തുവുമായി കൂട്ടായ്മയിൽ നിരന്തര ബന്ധത്തിൽ ജീവിച്ചവർ യേശുവിനോട് കൂടെ എടുക്കപ്പെടും, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ബാക്കി കൈവിടപ്പെട്ടു പോകുന്നവർ, ദൈവത്താൽ കൈവിടപ്പെട്ടു പോകുന്നവർ, ശിക്ഷാവിധികളിലേക്ക് കൈവിടപ്പെട്ടു പോകുന്നവർ അവിടെ ഭൂമിയിൽ ഭയങ്കര ദുരന്തങ്ങൾ, കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും 7 വർഷം. 7 വർഷത്തിന് ശേഷം, ചുരുങ്ങിയ കാലയളവിന് ശേഷം, മനുഷ്യൻ വലിയ ശിക്ഷകൾ കൂടി കടന്നുപോയി വലിയൊരു സമൂഹം മരിച്ചു പോകും, നശിച്ചു പോകും. ഈ ഭൂമിയിൽ എല്ലാ ക്രമങ്ങളും മാറിപ്പോകും. യേശുക്രിസ്തു താൻ എടുത്ത സഭയോടുകൂടെ വീണ്ടും ഭൂമിയിലേക്ക് വരും. ഭൂമിയുടെ അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാകും. യേശുക്രിസ്തു എതിർ ക്രിസ്തുവിനെ നീക്കിക്കളയും, സകല ദുഷ്ടന്മാരെയും നീക്കിക്കളയും, എല്ലാ അശുദ്ധിയും നീക്കിക്കളയും. ഭൂമിയുടെ മൊത്തം അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാകും. യേശുക്രിസ്തു സാത്താനെ നീക്കിക്കളഞ്ഞ് ഈ ഭൂമിയെ 1000 വർഷം ഭരിക്കും എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു, ബൈബിളിൽ പറയുന്നു. ഇതിനാണ് യേശുക്രിസ്തു രണ്ടാം വരവ് എന്ന് പറയുന്നത്. യേശുക്രിസ്തു രണ്ടാം വരവിന് 2 ഭാഗങ്ങളുണ്ട്, 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഉൽപ്രാപണം അഥവാ റാപ്ചർ അഥവാ ഉൽപ്രാപണം എന്ന് പറയും. രണ്ടാമത്തെ വരവിനാണ് രണ്ടാം വരവ് അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷത എന്നും പറയും. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിന് 2 ഭാഗങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാം ഭാഗത്തിന് ഉൽപ്രാപണം റാപ്ചർ എന്നും, രണ്ടാം ഭാഗത്തിന് വീണ്ടും വരവ്, രണ്ടാം വരവ് അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷത എന്നും പേർ വിളിക്കുന്നു. ഇതിനെക്കുറിച്ച് അല്പം ഉപദേശ വ്യത്യാസങ്ങൾ, ഈ ഭാഗം അല്പം ചില ഉപദേശ വ്യത്യാസങ്ങൾ മറ്റു ചിലർ പറയാറുണ്ട്. ശരിയെങ്കിലും പൊതുവിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയുകയാണ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതൊക്കെ സത്യമാണ്, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, അതൊരു കഥയാണ്. ബൈബിൾ സത്യമാണ്. ഭൂമി എങ്ങനെ ഉണ്ടായി, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ശില്പി ആര് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ബൈബിൾ, ദൈവത്തെ വെളിപ്പെടുത്തുന്ന ബൈബിൾ. ബൈബിൾ ധാരാളം പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ ഇനി സംഭവിക്കാനുള്ളതുമായ ധാരാളം കാര്യങ്ങൾ, പ്രവചനങ്ങൾ. ബൈബിൾ ഒരു പ്രവചന പുസ്തകം കൂടിയാണ്. നിറവേറപ്പെട്ട് കഴിഞ്ഞ പ്രവചനങ്ങളുണ്ട്, നിറവേറിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങളുണ്ട്, ഇനി നിറവേറാനുള്ള പ്രവചനങ്ങളുണ്ട്. അപ്പോൾ നിറവേറി കഴിഞ്ഞ പ്രവചനങ്ങൾ, അതായത് ഇങ്ങനെ സംഭവിക്കുമെന്ന് അനേക വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടത് സംഭവിച്ചു കഴിഞ്ഞുവെങ്കിൽ ഇനി സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതും സംഭവിക്കും. ഒരു ഉദാഹരണം പറയാം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുമെന്നും എവിടെ ജനിക്കുമെന്നും എങ്ങനെ ശുശ്രൂഷകൾ നിർവഹിക്കുമെന്നും എങ്ങനെ മരിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നെല്ലാം യേശുക്രിസ്തു ജനിക്കുന്നതിനും അനേക വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ചു. ഞാനൊരു പുസ്തകത്തിൽ നിന്ന് ചുരുക്കം ചില കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളെ കുറിച്ച് പറയാം. യേശുക്രിസ്തുവിന്റെ ജനനം, ബാല്യം, പദവികൾ, ശുശ്രൂഷകൾ, കഷ്ടാനുഭവം, ക്രൂശുമരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം എന്നിവയെക്കുറിച്ച് കൃത്യമായ പ്രവചനങ്ങൾ ബൈബിളിൽ ഉണ്ട്. ക്രിസ്തുവിൽ അക്ഷരം പ്രതി നിറവേറിയ 332 പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ ഉള്ളതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഏതാനും ചിലത് ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽ ജനിക്കും. ഉൽപ്പത്തി പുസ്തകം 49:10 എഴുതിയിട്ടുണ്ട്. ഇത് വിശുദ്ധ മത്തായി സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ആ പ്രവചനം നിറവേറി എന്ന് കാണാം. അതായത് ഏകദേശം യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 1500 വർഷം മുമ്പാണ് പറഞ്ഞത് യേശുക്രിസ്തു ഇസ്രായേലിലെ യഹൂദ ഗോത്രത്തിൽ ജനിക്കുമെന്ന്. 1500 വർഷം മുമ്പ് എഴുതി വെച്ച ഒരു കാര്യം ഇതാ കറക്റ്റായിട്ട് സംഭവിച്ചിരിക്കുന്നു. രണ്ടാമത്, യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കും. ഇസ്രായേലിലെ ബേത്ലഹേം എന്ന ഗ്രാമത്തിൽ യേശുക്രിസ്തു ജനിക്കുമെന്ന് യേശുക്രിസ്തു ജനിക്കുന്നതിനും ഏകദേശം 700 വർഷം മുമ്പ് മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇന്ന സ്ഥലത്ത് ജനിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുകയും അത് അതുപോലെ സംഭവിക്കുകയും ചെയ്തുവെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് പിന്നീട് പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ലേ? അതാണ് യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളതിന്റെ തെളിവായിട്ട് എനിക്ക് പറയാനുള്ളത്.
യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിക്കും എന്ന് യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം ഏകദേശം 700 വർഷം മുമ്പ്, യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് പറഞ്ഞിരിക്കുകയാണ്. യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിക്കും. യേശുക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾ അകൃത്യങ്ങൾ ചുമക്കും. യെശയ്യാ 53:4. യേശുക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യാത്ര ചെയ്യും. സെഖരിയ പ്രവചനം 9:9. ഏകദേശം 550 വർഷം മുമ്പ്, യേശുക്രിസ്തു ജനിക്കുന്നതിനും 550 വർഷം മുമ്പ് യേശുക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യാത്ര ചെയ്ത് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലെ സംഭവിച്ചു നമുക്കറിയാം. യേശുക്രിസ്തു തന്റെ അനുയായിയാൽ ചതിക്കപ്പെടും. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തത് സംബന്ധിച്ച് യേശുക്രിസ്തു തന്റെ അനുയായിയാൽ ചതിക്കപ്പെടുമെന്ന് സങ്കീർത്തനം 41:9 നമുക്ക് കാണാം. അത് യേശുക്രിസ്തു ജനിക്കുന്നതിനും 1000 വർഷം മുമ്പ് എഴുതിയിരിക്കുകയാണ്. തന്റെ അനുയായിയാൽ മശിഹ ചതിക്കപ്പെടും എന്നുള്ള കാര്യം അത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും എന്ന് സെഖരിയാവ് 11:12 നമുക്ക് കാണാം. അതായത് ഏകദേശം 500 വർഷം മുമ്പ്, 550 വർഷം മുമ്പ്, യേശുക്രിസ്തു ജനിക്കുന്നതിനും 500 വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ് യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്ന്. അത് അപ്രകാരം തന്നെ സംഭവിച്ചു. യേശുക്രിസ്തുവിനെ മരത്തിൽ തറച്ചു കൊല്ലും, ക്രൂശിക്കപ്പെടും. സങ്കീർത്തനം 22:16. അതെ, യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ മരത്തിൽ തറയ്ക്കപ്പെടും, അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെടും. ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിച്ചതായിട്ട് കാണാം. അവന്റെ കൈകാലുകൾ കുത്തി തുളയ്ക്കപ്പെടും. സെഖര്യാവ് 12:10. അവന്റെ കൈകാലുകൾ കുത്തി തുളയ്ക്കപ്പെടും. മാറിടത്തിൽ കുന്തം കൊണ്ട് കുത്തി നമ്മൾ വായിക്കുന്നുണ്ട്. തുളയ്ക്കപ്പെടും. സെഖര്യാവ് 12:10. ഏകദേശം യേശു ജനിക്കുന്നതിനും 500 വർഷം മുമ്പ് എഴുതപ്പെട്ടിരിക്കുകയാണ്. യേശുവിന്റെ ശരീരം കുത്തി തുളയ്ക്കപ്പെടും. അത് അതുപോലെ സംഭവിച്ചു എന്ന് നമുക്ക് കാണാം. യേശുക്രിസ്തുവിന്റെ അസ്ഥികൾ ഒന്നും ഒടിക്കുകയില്ല. സങ്കീർത്തനം 34:20. അതെ, 1000 വർഷം മുമ്പ്. 1000 വർഷം എന്നൊക്കെ എന്താണെന്ന് ആലോചിച്ച് ഒരാഴ്ച മുമ്പ് പോലും നമുക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല. ഇത് 1000 വർഷം മുമ്പ് ഒരു മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ആ മനുഷ്യന്റെ അസ്ഥികളൊന്നും ഒടിയുകയില്ല. അങ്ങനെ തന്നെ സംഭവിച്ചു. യേശുക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ യേശുവിന്റെ ഇടത്തും വലത്തുമുള്ള 2 ദുഷ്പ്രവർത്തിക്കാരുടെ മരണം എളുപ്പത്തിലാക്കാൻ വേണ്ടി അവരുടെ കാലുകൾ ഒടിച്ചു. ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ കാലുകൾ അവർ ഒടിച്ചു. യേശുവിന്റെ കാലുകൾ ഒടിക്കുവാൻ അവർ വന്നു. അപ്പോൾ യേശു അപ്പോഴേക്കും മരിച്ചുപോയി എന്ന് കണ്ടു. കാലുകൾ ഒടിച്ചില്ല. അവന്റെ അസ്ഥികളൊന്നും ഒടിക്കപ്പെടുകയില്ല, അവന്റെ അസ്ഥികളൊന്നും ഒടിക്കുകയില്ല എന്ന് 1000 വർഷം മുമ്പ് എഴുതി വെച്ചത് അതുപോലെ സംഭവിച്ചു എന്ന് നമുക്ക് കാണാം. യേശുക്രിസ്തുവിന്റെ ശരീരം ദ്രവിക്കുകയില്ല. എല്ലാ മനുഷ്യരെയും മരിച്ചു അടക്കപ്പെട്ടു കഴിഞ്ഞാൽ ശരീരം ദ്രവിച്ചു. എന്നാൽ യേശുവിന്റെ ശരീരം ദ്രവിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 16:10. ഏകദേശം 1000 വർഷം മുമ്പ്. സങ്കീർത്തനം യേശു ജനിക്കുന്നതിനും 1000 വർഷം മുമ്പ് എഴുതപ്പെട്ടവയാണ് സങ്കീർത്തനങ്ങൾ. ദാവീദ്. അപ്പോൾ ദാവീദിന്റെ സങ്കീർത്തനം നമ്മൾ വായിക്കുകയാണ്, യേശുവിന്റെ ശരീരം ദ്രവിക്കുകയില്ല. നമുക്കറിയാം ലൂക്കോസ് ഇത് സുവിശേഷം 24:5 നമ്മൾ വായിക്കുന്നു. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു മരിച്ചു, ക്രൂശിൽ മരിച്ചു. യേശുവിനെ അടക്കി 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ ശരീരം ദ്രവിച്ചു പോയില്ല. അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അനേകം പ്രവചനങ്ങൾ, യേശുക്രിസ്തുവിന്റെ ജനനം, ശുശ്രൂഷ, ഉയർപ്പ്, മരണം, കഷ്ടാനുഭവങ്ങൾ, എല്ലാ ഉപദേശങ്ങൾ എല്ലാം പ്രവചനമുണ്ട്. അതെല്ലാം നിറവേറി എങ്കിൽ യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളതും നിറവേറും. തന്റെ സഭയെ ചേർക്കും എന്നുള്ളതും നിറവേറും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ബൈബിൾ സത്യമാണെങ്കിൽ യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളതും സത്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ സ്വീകരിക്കുവാൻ, യേശുവിനെ എതിരേൽക്കുവാൻ എന്ത് ചെയ്യണം? യോഹന്നാൻ എഴുതിയ ലേഖനം, വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഒരു വിശുദ്ധിയോടെ ജീവിക്കുക. യേശുക്രിസ്തുവിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഒന്നാമതായി നാം ചെയ്യേണ്ടത് അതാണ്. മാനസാന്തരപ്പെടുക. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, യേശുക്രിസ്തുവുമായി കൂട്ടായ്മ ഉണ്ടാകുവാൻ, ക്രിസ്തുവിലാകുവാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ക്രിസ്തുവിലേക്ക് തിരിയുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക, സ്വയ കേന്ദ്രീകൃത ജീവിതം ഉപേക്ഷിച്ച് ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് മടങ്ങി വരിക. അതാണ് യേശുക്രിസ്തു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വളരെ സൗജന്യമായി അവിടുന്ന് പാപമോചനം നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, തന്നോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് പാപമോചനം നൽകുന്നു. അങ്ങനെ പാപമോചനം നൽകി പാപമോചനം പ്രാപിച്ച് ദൈവ പൈതൽ ആയിത്തീരുന്നവർക്കുള്ളതാണ് സ്വർഗം. സ്വർഗം അവരുടെ അവകാശമാണ്, മക്കളുടെ അവകാശമാണ് സ്വർഗം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പാപമോചനം പ്രാപിക്കുക, മാനസാന്തരപ്പെടുക, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ മക്കളായിത്തീരുക, വീണ്ടും ജനനം പ്രാപിക്കുക, വീണ്ടും ജനനത്തിലൂടെ ദൈവമകനായിത്തീരുക. അങ്ങനെ നിങ്ങൾ സ്വർഗത്തിന് അവകാശിയാവുക. യേശുക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരിക. ബൈബിൾ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുക, ഹൃദയത്തിലേക്ക് രക്ഷകനായി കർത്താവായി വിശ്വസിക്കുക, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക.
സ്നാനമേൽക്കുക. നിങ്ങൾ വിശ്വസിച്ചു എന്നതിന്റെ തെളിവായി, യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു എന്നുള്ളതിന്റെ തെളിവായി, നിങ്ങൾ ക്രിസ്തുവിൽ കൂടിയുള്ള സൗജന്യമായ പാപമോചനം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായി, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനമേൽക്കുക. ഇതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് നാം അനുസരിക്കേണ്ടത്. വിശ്വസിച്ചവർ സ്നാനമേൽക്കുക. സ്നാനമേൽക്കുന്നവർ യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുക, യേശുവിനെ അനുഗമിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക, പാപത്തോട് വിട പറയുക, യേശുവിന്റെ അനുയായിയായി തീരുക, തൻ്റെ അനുയായികളെ ചേർക്കുവാൻ, തൻ്റെ കൽപ്പനകൾ അനുസരിച്ചവരെ ചേർക്കുവാൻ, തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരെ, തന്നെ ആരാധിക്കുന്നവരെ, തന്നെ അനുഗമിക്കുന്നവരെ ചേർക്കുവാൻ യേശുക്രിസ്തു വേഗം വരുന്നു. പ്രിയരെ, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് യേശുവിനെ എതിരേൽക്കുവാൻ താല്പര്യമുണ്ടോ? യേശുക്രിസ്തു ആകാശത്തിൽ വരുമ്പോൾ, വാനമേഘങ്ങളിൽ വരുമ്പോൾ, യേശുവിനെ എതിരേറ്റ് യേശുവിനോട് ചേർന്ന് എന്നേക്കും കർത്താവിനോട് കൂടെ ഒരു രാജാവായി, അവന്റെ ശിഷ്യനായി, യേശുവിന്റെ അനുയായിയായി, യേശുവിന്റെ പൈതലായി, യേശുവിനെ പോലെ ഉള്ള ശരീരത്തിൽ യേശുവിനോടൊപ്പം ജീവിക്കുവാൻ, സ്വർഗത്തിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? മാനസാന്തരപ്പെടുക. ഇന്ന് അതിനുള്ള സമയമാണ്. ഒരുങ്ങുക, കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങുക. ഇന്ന് കർത്താവ് വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ നമുക്കറിയില്ല എപ്പോഴാണ് കർത്താവ് വരിക എന്ന്. ദൈവം അതിന് കറക്റ്റ് സമയം ഒരുക്കിയിട്ടുണ്ട്, തക്ക സമയം എപ്പോഴാണ് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ എന്ത് സംഭവിക്കും? യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നവരെല്ലാം കർത്താവിനോട് കൂടെ ചേരും. ഞാനത് വിശ്വസിക്കുന്നു. ഞാനും യേശുവിൻ്റെ കൂടെ കർത്താവിനോട് കൂടെ ചേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി കാത്തിരിക്കുന്നു. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്? നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത് ഗൗരവമുള്ള കാര്യമാണ്. ബൈബിൾ അത് കൃത്യമായി പ്രസ്താവിച്ചിരിക്കുന്നു. നിങ്ങളിത് തള്ളിക്കളയരുത്. യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ സ്വീകരിക്കുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, കർത്താവിനോട് ഏറ്റുപറഞ്ഞ്, മാനസാന്തരപ്പെട്ട് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നമ്മുടെ ദുഃഖങ്ങൾ മാറും, ദുരിതങ്ങൾ മാറും, കണ്ണുനീർ മാറും, ഒരു പുതുയുഗം വിരിയും. എല്ലാ കാലത്തും മനുഷ്യൻ ദുഃഖിച്ചും കരഞ്ഞും കണ്ണുനീർ വാർത്തും ശാപവും വിഷമങ്ങളും ആത്മഹത്യയും ദുരിതവുമായി കഴിയേണ്ടതില്ല. യേശു വീണ്ടും വരും. അവസ്ഥകൾക്കെല്ലാം മാറ്റമുണ്ടാകും. മരിക്കാത്ത ഒരു ശരീരം നാം പ്രാപിക്കും. രോഗങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിലാപങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, സന്തോഷവും സൗഭാഗ്യങ്ങളുള്ള ഒരു പുതുലോകത്തേക്ക്, ഒരു പുതിയ യുഗത്തിലേക്ക് നാം പ്രവേശിക്കും. ദൈവത്തോടൊപ്പം എന്നെന്നും വാഴുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. അതിനുവേണ്ടി യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് നിങ്ങളത് സ്വീകരിക്കുമോ? നാളെ നിങ്ങൾക്ക് ഇതിന് അവസരം ലഭിച്ചു എന്ന് വരികയില്ല. നാളെ നമ്മുടേതല്ല. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, നാളെ നമുക്കുള്ളതല്ല, ഇന്നാണ് നമുക്കുള്ളത്. ഇപ്പോൾ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നിൽ വസിക്കണമേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവുകൾ അങ്ങ് ക്ഷമിക്കണമേ, എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കണമേ, ഒരു പുതിയ ജീവിതം എനിക്ക് തരണമേ. ഞാൻ അങ്ങയുടെ ശിഷ്യനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് നൽകുന്ന സൗജന്യമായ പാപമോചനം വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് സ്വീകരിക്കുന്നു കർത്താവേ. എൻ്റെ പാപങ്ങൾ മോചിക്കണമേ. എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നിൽ വസിക്കണമേ. എന്നെ അങ്ങയുടെ ഒരു ആലയമാക്കി, ദൈവം വസിക്കുന്ന ഒരു ആലയമായി എൻ്റെ ഹൃദയം തീരട്ടെ. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ രക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന, വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായൊരു പ്രാർത്ഥന നിങ്ങളെ രക്ഷിക്കുവാൻ മതിയായതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.